15ാം നിയമസഭയുടെ 14ാം സഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, പീരുമേട് എം.എൽ.എ വാഴൂർ സോമൻ, മുൻ UDF കൺവീനർ പി തങ്കച്ചൻ തുടങ്ങിയവർക്ക് ചരമോപചാരം അർപ്പിച്ചായിരുന്നു സഭാ സമ്മേളനം തുടങ്ങിയത്. ഏറെ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയും നിയമസഭയിലെത്തിയിരിക്കുകയാണ്. വി.ഡി. സതീഷിന്റെ എതിർപ്പുകളെ തള്ളിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നത്. രാഹുൽ പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിക്കുക. ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുകയാണ്. സഭ ഈ ഒരു നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ എത്തുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്നത്തെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഈ ഒരു അന്തരിച്ച വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ളവർക്ക് ചരമോപചാരം അർപ്പിച്ചതിന് ശേഷം ഇന്ന് സഭ പിരിയുമെന്നാണ് അറിയുന്ന വിവരം. ഈ ഒരു അനുശോചനം അറിയിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിന് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാകുമോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സമയത്തിനുള്ളിൽ തന്നെ നിയമസഭ പിരിയും. ചരമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സഭാ കക്ഷികളുടെ നേതാക്കന്മാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ചരമോപചാരം അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ചരമോപചാര ചടങ്ങ് അവസാനിക്കാവുന്ന പതിവാണ് സാധാരണ ഉള്ളത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം 9:18 കൂടിയാണ് നിയമസഭയിലെ പ്രധാന കവാടം വഴി നിയമസഭയ്ക്കുള്ളിലേക്ക് പോയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പ്രതിപക്ഷ നിര കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു ഇരിപ്പിടമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേക ഇരിപ്പിടം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രത്യേക ബ്ലോക്കായി തുടരുന്നു എന്ന് പറയാം. അതേസമയം നിയമസഭാ കക്ഷിയിൽ നിന്നും തൽക്കാലം ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭാ സാമാജികനായി സഭയ്ക്കുള്ളിൽ കയറാമെങ്കിലും പക്ഷേ സഭാ നടപടികളിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അവസരമോ ലഭിക്കുകയില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംസാരിക്കുന്ന അവസരവും ഉണ്ടാവില്ല. നിയമസഭാ കക്ഷി ഒപ്പമുള്ള ആളുകൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ചരമോപചാര ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഭരണകക്ഷി ഭാഗത്ത് നിന്നും ഏതെങ്കിലും വിയോജിപ്പമോ എതിർസ്വരമോ ഒന്നും ഉയരാനുള്ള സാധ്യതയില്ല. അത് കണക്കിലാക്കിക്കൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായൊരു ദിവസം സഭയിലെത്താൻ ഇന്ന് ആണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തിയത്. മാത്രമല്ല എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന നേതാക്കന്മാരുണ്ട്. അതിൽ പ്രധാനികളായ ഷാഫി പറമ്പിൽ, ഒപ്പം തന്നെ PC വിഷ്ണുനാഥ്, ഇവർക്കെല്ലാം തന്നെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പങ്കെടുപ്പിക്കണം എന്നുള്ള താല്പര്യമായിരുന്നു. ആ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ചില നേതാക്കന്മാരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു. ആ ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം സഭയിലേക്ക് എത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈ നേരത്തെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ യാതൊരു കാരണവശാലും പരാതി നൽകില്ല എന്ന ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നിയമസഭയിൽ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ന് നിയമസഭാ നടപടികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ട്. ഒരു പ്രത്യേക ബ്ലോക്കായി പ്രത്യേക ഇരിപ്പിടം നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഇരിക്കുക. നിയമസഭാ കാര്യപരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയില്ല, പക്ഷെ സഭയ്ക്കുള്ളിൽ തുടരാൻ കഴിയുമെന്നുള്ളതാണ് ഈ നിയമപ്രകാരം നിയമസഭയുടെ നമുക്കറിയാൻ കഴിയുന്നത്. ഇനി അദ്ദേഹം അവധിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. കാരണം നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള വിയോജിപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഭരണപക്ഷത്തിനെതിരെ ഈ പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ നിരവധിയായ വസ്തുതകളുണ്ട്. പ്രത്യേകിച്ചും ഈ സമീപകാലത്തുണ്ടായിരിക്കുന്ന ലോക്കപ്പ് മർദ്ദനം, ഒപ്പം ഈ ബാങ്ക് തട്ടിപ്പുകൾ, അതിനെല്ലാം ഉപരിയായി വിവിധ മേഖലകളിൽ ഉണ്ടായിരിക്കുന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ, അങ്ങനെ തുടങ്ങി സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭരണപക്ഷത്തിനെതിരെ വളരെ ശക്തമായി പ്രതിപക്ഷം ശക്തിയുക്തം ആഞ്ഞടിക്കും. അതുകൊണ്ട് ആണ് ഇന്ന് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങൾ നേരിടണമെങ്കിൽ ഭരണപക്ഷത്തിന് കിട്ടാൻ പോകുന്ന തുറുപ്പ് ചീട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ്. അത്തരത്തിൽ പ്രത്യാരോപണങ്ങൾക്ക് ശക്തി പ്രാപിക്കും. അതുവഴി ഒരു പരിധിവരെ സഭാ നടപടികളിൽ പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഭരണപക്ഷത്തിന് ഒഴിഞ്ഞു മാറാനുള്ള അവസരമായി അവരുപയോഗിക്കുകയും ചെയ്യും. എന്നാൽ നാളെ മുതൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ട്. അത് അല്പസമയത്തിൽ മാത്രമേ അറിയൂ. കാരണം സ്പീക്കർക്കാണ് നേരിട്ട് അവധി അപേക്ഷ കൊടുക്കേണ്ടത്. സ്പീക്കർ ഇപ്പോഴും സഭയ്ക്കുള്ളിൽ തുടരുകയാണ്. അതിനുശേഷം
നേരിട്ട് കാര്യോപദേശ സമിതി യോഗം, അതായത് ഈ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം സംസാരിച്ച് തീരുമാനിക്കും എത്ര സഭ വേണം, ഏതൊക്കെ ദിവസങ്ങളിലാണ് സഭ കൂടേണ്ടത്, എങ്ങനെയാണ് സഭയുടെ കാര്യങ്ങൾ എന്നുള്ള കാര്യക്രമങ്ങൾ എന്നൊക്കെയുള്ളതിന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ആണ് ഈ കാര്യോപദേശ സമിതി യോഗം ചേരുക. അതിനുശേഷം സ്പീക്കർ ചേംബറിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ അവധിക്ക് അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എപ്പോഴും അപേക്ഷ കൊടുക്കും, ഏത് തരത്തിലായിരിക്കും അപേക്ഷ നൽകുക എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇതുവരെയും ഒരു ധാരണയില്ല. എന്തായാലും ഇന്നത്തെ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു പൊങ്ങുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയവും എടുത്തു പറയേണ്ടതുമായ കാര്യം. ഒപ്പം ഈ നിയമസഭ ഏകദേശം 12 ദിവസത്തേക്കാണ് ചേരുന്നത്. പ്രധാനമായും നിയമപരമായി പാസ്സാക്കേണ്ട ചില ബില്ലുകൾ, ആ ബില്ലുകൾ പാസ്സാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, അത് നിയമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സഭ ചേരുന്നത്. അതിൽ പ്രധാനമായും ഈ ഭൂപതിമ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളുണ്ട്. അത് ഇപ്പോഴും മന്ത്രിസഭാ യോഗം അംഗീകരിച്ചുള്ളൂ. പക്ഷെ അത് നിയമം ആയിട്ടില്ല. അത് നിയമമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം. അത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ സഭയിൽ ചർച്ച ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യം കൊണ്ട് അതുകൊണ്ട് തന്നെ ബില്ലിന്മേലുള്ള ചർച്ചകളും മറ്റുമായിരിക്കും ഇപ്രാവശ്യം നിയമസഭയിൽ നടക്കാനുള്ള സാധ്യത. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നടപ്പ് സഭയിൽ ബില്ലുകളിലെ ചർച്ചയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ ഉള്ള അവസരം ഉണ്ടാവുകയില്ല. ചോദ്യോത്തര വേളയിൽ പോലും അത്തരത്തിൽ ചോദ്യങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും നിയമസഭ കാര്യ പരിപാടികൾ പുരോഗമിച്ചു വരുന്നു. ചരമോപചാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ബിനോയ്, അതുപോലെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു അവധി അപേക്ഷ നൽകി ഈ അവധിയിൽ പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതിന് ഇന്ന് പങ്കെടുത്തതിന് ശേഷം ഇനിയൊരു അവധിയിൽ പോകുവാൻ ഇപ്പോൾ ഇന്നലെ സ്പീക്കർ അടക്കം പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അവധി അപേക്ഷ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് വന്നതിന് ശേഷം അദ്ദേഹം ഒരു അവധിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ ഈ ഒരു വി ഡി സതീശന്റെ അടക്കം എതിർപ്പുകൾ, വി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള ഒരാള് നമ്മളുടെ കൂടെ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു അതിനെല്ലാം എതിർത്തുകൊണ്ട് ഇപ്പോൾ രാഹുൽ പറയുന്നത് പോലെ ഹൂ കെയർസ്, വി ഡി സതീശന്റെ കാര്യത്തിൽ തന്നെ വി ഡി സതീശന്റെ വാക്കുകളിൽ ഹൂ കെയർസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഒരു സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. വി ഡി സതീശന്റെ ശക്തമായ ഒരു എതിർപ്പുകളെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രാഹുൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഇനി അവധിയിൽ പോകുവാനുള്ള ഒരു സാഹചര്യമുണ്ടോ? അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അത് ഈ നിയമസഭാ സമ്മേളനത്തിൽ മാത്രമേ കൃത്യമായൊരു വിവരം ഇതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. കാരണം കഴിഞ്ഞ ദിവസം വരെ വലിയ തരത്തിലെ വിയോജിപ്പാണ് വി ഡി സതീശൻ രേഖപ്പെടുത്തിയിരുന്നത്. ആ വിയോജിപ്പ് അത്തരത്തിൽ വിയോജിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ ചില നേതാക്കന്മാരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച നടത്തി അതിനുശേഷമാണ് നിയമസഭയിലേക്ക് വന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഈ ഇന്നത്തെ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ചെയ്ത പ്രവൃത്തി ന്യായീകരിക്കപ്പെടും, അത് ശരിയാണ് എന്ന് കാര്യങ്ങൾ നീങ്ങും. അതല്ലെങ്കിൽ ഒരു ഒളിച്ചോടലായി ഭരണപക്ഷം ചിത്രീകരിക്കുകയും ചെയ്യും. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആണ് സഭാകക്ഷി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തുകയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് എത്ര കണ്ട് വ്യക്തം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ താല്പര്യം കാണിച്ചില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭ സാമാജികർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന MLA ഹോസ്റ്റലിൽ നിന്നല്ല അദ്ദേഹം ഇവിടേക്ക് വന്നത്, മറ്റേതോ മറ്റെവിടെ തങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ വൈകുന്നേരത്താണ് KPCC യോഗം ചേരുന്നത്. നിയമസഭ ചേർന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം KPCC യോഗത്തിൽ ഒരു പക്ഷേ